ഓക്കെ, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഓക്കെ, സോറി ഇന്നത്തെ ഞാൻ കുറച്ച് ദിവസമായിട്ട് റീഡിങ് ഇടാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ തന്നെ എൻ്റെ തലയിലെടുത്ത് വെച്ചതാണ്. വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഞാനായിട്ട് ചെയ്തു വെച്ചാണ്. എനിക്കിപ്പോൾ ടാരോ ക്ലാസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഞാൻ ചിലത് എൻ്റെ പേഴ്സണൽ ഫാമിലിയിലെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാനും എനിക്കും എന്നെ തന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. സോ അങ്ങനത്തെ കുറച്ച് സമയം എനിക്ക് വേണം. എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ കയറി വന്ന പോലെ പെട്ടെന്ന്. അത് കുറച്ചൊക്കെ ഞാൻ തലയിലെടുത്ത് വെച്ചതാണ്. കുറച്ച് തനിയെ വരികയും ചെയ്തു. എനിക്കൊന്നും അങ്ങോട്ട് ഒഴിവാക്കി വിടാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാൻ നിൽക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ വന്ന ഇതാണ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സപ്പോർട്ട് എനിക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ശരിക്കും നന്നായിട്ട് അറിയാം നിങ്ങളുടെ എല്ലാവരുടെയും. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ ലോസാണ്. ഞാനിത് ചെയ്തില്ലെങ്കിൽ എനിക്കാണ് ലോസ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ചാനലിലേക്ക് പോകും. എത്രയോ ചാനൽസ് ഉണ്ട്, ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട്, ഇഷ്ടംപോലെ വേറെ ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ എനിക്കായിരിക്കും നഷ്ടം. ഞാൻ റെഗുലറായിട്ട് ഇട്ടില്ലെങ്കിൽ എനിക്ക് തന്നെയാണ് നഷ്ടം. പക്ഷെ എന്താ ചെയ്യുക, എനിക്ക് സാധിക്കുന്നില്ല. എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഞാൻ എത്ര വിഷമത്തോടെയാണ് ഞാൻ ഇരിക്കുന്നറിയോ. ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും. എന്തെങ്കിലും ഇടയിൽ കൂടെ കയറി വരും. അപ്പോൾ ഇതിനെ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ, എന്നിട്ട് അതിനെ ചെറുതായിട്ടെങ്കിലും ഒന്ന് എഡിറ്റിംഗ് വേണ്ടി വരും. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ആ പേര് കൊടുക്കുക, അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും അതിൽ വേണം. എന്തെങ്കിലും ഇടയിൽ വല്ലതും സൗണ്ട് കൂടുതൽ വന്നോ എന്തെങ്കിലും നോക്കണം. ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഞാൻ ഇടാൻ, പോസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി അപ്ലോഡ് ചെയ്യാനുള്ള സമയം എല്ലാം ഇതിൻ്റെ നമ്മൾ ആ കവറിൽ ഞാൻ കൊടുക്കുന്ന ഇമേജ് അത് ഞാൻ ചെയ്യണം. സോ എനിക്ക് അതിനുള്ള സമയം കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഓക്കെ, പ്രത്യേകിച്ച് ഞാൻ ടാരോ ക്ലാസ് ഞാൻ കമ്മിറ്റഡ് ആണ്. അപ്പോൾ അവിടെ ഞാൻ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ആക്ച്വലി നമ്മൾ ഏറ്റെടുത്തൊരു ജോലിയാണ്. ഞാൻ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് ഏറ്റെടുത്തൊരു ജോലി. അതിൽ തന്നെ ഡിലേ വരുന്നുണ്ട്. അത് വേറെ കാര്യങ്ങൾ അത് അഫക്റ്റ് ചെയ്യുന്നു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ആവുന്നുണ്ട്. എനിക്കറിയില്ല എന്താ സംഭവിക്കണമെന്ന്. ദൈവം എന്നെ ഇട്ടിങ്ങനെ ചക്രശ്വാസം വലിപ്പിക്കുന്ന പോലെയാണിപ്പോൾ. ഓക്കെ, അതുകൊണ്ട് ഞാൻ റീഡിങ് എന്നിട്ട് തന്നെ ഞാൻ ഫ്രീ റീഡിങ് കൊണ്ടുവന്നത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും എനിക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുകയാണെങ്കിൽ അതാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പേഴ്സണൽ റീഡിങ് ചോദിക്കുന്നവരോട് എനിക്ക് ഒരു നിവൃത്തിയില്ല. ഞാൻ അത്രയും ടൈറ്റ് സ്കെഡ്യൂളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഓക്കെ, പിന്നെ പേഴ്സണൽ റീഡിങ്ങിൽ ഇട്ടപ്പോൾ ഐ എം വെരി സോറി. എനിക്ക് എല്ലാവരുടെ അടുത്തും എത്താൻ പറ്റില്ല. ഞാൻ 1.5 മണിക്കൂറോളമാണ് ഞാൻ നിന്നത്. ഓക്കെ, അതിലും ഞാൻ തന്നെയാണ് ഇവിടെ അത് ചെയ്യുന്നതും അല്ലേ. വേറെ ആരുമില്ല, എനിക്ക് സപ്പോർട്ട് ഇവിടെ ആരുമില്ല. ഞാൻ തനിച്ചാണ്. ഒരു ഫോൺ വെച്ചിട്ട് ഞാൻ അതിൽ തന്നെ ഞാൻ സ്ക്രീന് സ്ക്രോൾ ചെയ്ത് അപ്പം മെസ്സേജസ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേലം തൊട്ട് തന്നെ നോക്കി താഴേക്ക് വരുമായിരുന്നു. എനിക്ക് സ്ക്രോളായിട്ട് ഒരുപാട് താഴേക്ക് പോയി. പക്ഷെ ഞാൻ മേലേക്ക് പോയി. ആദ്യമേ തൊട്ട് ഓരോരുത്തരായിട്ട് ഇട്ട ആ ഒരു ഓർഡറിൽ ഞാൻ എല്ലാവർക്കും ആൻസർ കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോഴും എനിക്ക് ഒരുപാട് എത്താൻ പറ്റിയിട്ടില്ല. എനിക്കറിയാം നന്നായിട്ട്. ഓക്കെ, അത് എനിക്കറിയാം ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ള നിങ്ങളെല്ലാവരും. നിവൃത്തിയില്ല, മനസ്സിലാക്കുക. ഈ 1.5 മണിക്കൂർ ഞാനിവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ഒരു പൊസിഷനിലിരുന്ന് കാർഡ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു സിമ്പിൾ കാര്യമല്ല. അങ്ങനെ കാണരുത്. ഓക്കെ, നമ്മളൊരു എനർജി കണക്ഷനാണ്. ആക്ച്വലി ഇടയിലൊക്കെ ആരുടെയോ ചെയ്തപ്പോൾ എനിക്ക് വല്ലാതെ അവരുടെ ആ ഒരു വിഷമമൊക്കെ ആയിരിക്കാം ഞാൻ പിക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ഇതാണ് എൻ്റെ ഒരു എംപത്ത് എന്ന് പറയും. എംപത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസ് പിക്ക് ചെയ്യുന്ന ആ ഒരു തരത്തിലാണ്. നിങ്ങളുടെ റീഡിങ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ വല്ലാതെ ഇമോഷണലായി പോകാറുണ്ട് പെട്ടെന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആരുടെയൊക്കെയോ ഒരാളുടെ ആവാം, കുറേ പേരുടെ ആവാം, ആ ഒരു വിഷമത്തിൻ്റെയും ഇതിൻ്റെയും എനർജി ഞാൻ പെട്ടെന്ന് പിക്ക് ചെയ്യും. അതങ്ങനെയാണ് എൻ്റെ. ഓക്കെ, ഞാൻ എന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിലതൊക്കെ ഇടുന്നത്. പ്രൊട്ടക്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ആ ഒരു ഞാൻ നെഗറ്റീവായിട്ട് ഡൗൺ ആയിട്ട് പോകാതിരിക്കുക. ഓക്കെ, സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇത് റിലേറ്റഡ് ആയിട്ട്. ഇതൊരു സ്പിരിച്വൽ വർക്കാണ്. ഓക്കെ, അങ്ങനെ കാണാൻ നിങ്ങളതിനെ ഞാൻ കൂടുതലൊന്നും ഇത് പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊന്നും സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നേരെ ഡയറക്റ്റ്ലി ഞാൻ റീഡിങ്ങിനൊക്കെ ഇരുന്നതും കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ തോന്നും അത് വളരെ സിമ്പിളാണെന്ന്. സിമ്പിൾ അല്ല. ഓക്കെ, മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ ആൻസർ തരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മേ ബി എനിക്ക് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ഉണ്ടായിരുന്നാണെങ്കിൽ നമ്മളുടെ കൂടെ കമൻസ് ഓഫ് ചെയ്ത് വെക്കാനോ, കുറച്ചെണ്ണം വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്ന് നോട്ട് ചെയ്തെടുക്കാനോ, അതും ഞാൻ പറയാനോ, അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്തിരുന്നെങ്കിൽ മേ ബി കുറച്ചുകൂടി നമുക്ക് വർക്കൗട്ട് ആയിരുന്നേ. കുറച്ച് പേര് കൂടി എനിക്ക് ചെയ്യാൻ സാധിച്ചെന്നെ. ഓക്കെ, ബട്ട് മേ ബി നെക്സ്റ്റ് ടൈം ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു എൻ്റെ വക ഒരു ട്രയൽ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും പക്ഷേ ഇതുവരെ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്തായാലും ഒന്ന് ചെയ്തളയാന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് പേർക്ക് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സോ പ്ലീസ് അതൊന്ന്
മനസ്സിലാക്കുക. ഞാൻ വേണം വെച്ച് ചെയ്യാതിരിക്കുന്നതോ അങ്ങനെയൊന്നുമല്ല. ഓക്കെ, ഒരു ഇതിനും വേണ്ടിയിട്ടല്ല, ഫ്രീ ആയിട്ടാണ് ഞാൻ വെച്ചതും റീഡിങ്. ഓക്കെ, ഞാൻ അങ്ങനെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു ഗൈഡൻസ് എന്തെങ്കിലും പറയാൻ സാധിച്ചാൽ പറ്റട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. കുറച്ച് പേർക്കെങ്കിലും ചെയ്യാൻ പറ്റി, അതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഒരുപാട് പേർക്ക് ചെയ്യാൻ പറ്റിയിട്ടുമില്ല, അതിൽ വിഷമമുണ്ട്. ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇനി ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഞാൻ ചെയ്യാൻ നിന്നാലും ശരിയാവില്ല. കാരണം ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ മാറിക്കാണാം. ഓക്കെ, ഇപ്പോൾ 1-2 ദിവസം കഴിഞ്ഞു, ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, അപ്പോഴേക്കും നമുക്ക് ആ എനർജീസ് ചേഞ്ച് ഉണ്ടാവും. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ മാറ്റം ഉണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം ഞാൻ ഒരു ലൈവും കൂടി ഞാൻ കൊണ്ടുവരും. എത്രയും വേഗം തന്നെ ഞാൻ ചെയ്യും, പറ്റുന്നത്രയും വേഗം. എൻ്റെ ആരെങ്കിലും ഞാൻ സപ്പോർട്ട് വെച്ചിട്ട് ഞാൻ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ അതാകുമ്പോൾ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്തെടുക്കാനോ പറയാനോ അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാനോ ഉള്ള ഒരാൾ കൂടി എനിക്ക് കൂടെ വേണം, എന്നാലേ ശരിയാവുള്ളൂ. ഞാൻ ആരെങ്കിലും ഒന്ന് കൂടെ കൂട്ടട്ടെ. ഓക്കെ, എന്നിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ആ രീതിക്ക് ഞാൻ ഒന്നും കൂടി ചെയ്യും. ഞാൻ അന്നത്തെ ദിവസം നിങ്ങൾക്ക് അവസരം തരാം. ഓക്കെ, ബട്ട് എല്ലാവർക്കും എത്താൻ സാധിക്കില്ല. ഏത് ദിവസമായാലും ശരി, ഒരു 1-2 മണിക്കൂറിനപ്പുറം എനിക്ക് പോകാൻ സാധിക്കില്ല. കാരണം ഞാൻ ഇങ്ങനെ ഇരുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എനർജിയാണ് എൻ്റെ. ഓക്കെ, ആ എനർജി നമ്മളുടെ ഡൗൺ ആയി പോകും കുറച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അതിന് ലിമിറ്റ് വെച്ചേ പറ്റൂ. എനിക്ക് സാധിക്കില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല, എന്നെക്കൊണ്ടെന്നില്ല, ആരെക്കൊണ്ടും സാധിക്കില്ല. അതങ്ങനെയാണ്. ഓക്കെ, സോ മനസ്സിലാക്കുക, എനർജി വർക്കാണിത്. ഓക്കെ, സോ ഇതിന് ഒരുപാട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ കാർഡ് എടുക്കുന്നു പറയുന്നു എന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, സോ മനസ്സിലാക്കുക. ആൻഡ് എനിവേ ബാക്കി ദിവസങ്ങളും അതാണ്. എനിക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്തു വരുമ്പോൾ എനിക്ക് എനർജി കിട്ടുന്നില്ല ഇതിലിരുന്ന് ചെയ്യാനോ കൊടുക്കാനോ പറയാനോ ഈവൻ സംസാരിക്കാൻ. സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. കാരണം ഞാൻ ഓൾറെഡി ക്ലാസ്സിന് വേണ്ടിയിട്ട് റെക്കോർഡിംഗ് ഉണ്ട്. അത് റെക്കോർഡ് ചെയ്യാൻ 1 മണിക്കൂർ 1 മണിക്കൂറിന് മേലേക്കുള്ള ക്ലാസ്സസ് വീഡിയോസ് ആയിരിക്കും. അത് ഞാൻ റെക്കോർഡ് ചെയ്യാനുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എൻ്റെ ഈവൻ സംസാരം, നമ്മൾ ഒരുപാട് സംസാരിച്ച് ഇങ്ങനെ നിർത്താതെ സംസാരിക്കുമ്പോൾ അതും നമുക്ക് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതെല്ലാം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ നീട്ടാറില്ല, നിങ്ങൾക്കറിയാം. ഓക്കെ, ഓക്കെ, ഇപ്പം തന്നെ ഞാൻ വന്നത് എനിക്ക് പറ്റുന്നില്ല. ഓക്കെ, സാധിക്കുന്നില്ല. അതുകൊണ്ട് എനർജി നമ്മളുടെ ആ ഒരു മേ ബി എന്താ അറിയില്ല. ഓക്കെ, ഞാൻ ഇമോഷണലായിട്ട് കൂടി പോകും പെട്ടെന്ന്. എനിക്ക് അങ്ങനത്തെ എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, എൻ്റെ നേച്ചർ അങ്ങനെയാണ്. എനിക്ക് നിങ്ങളെ ആരെയും വിഷമിപ്പിക്കാൻ ഇഷ്ടമുണ്ടായിട്ടോ ഇതായിട്ടോ അല്ല, പക്ഷെ എൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യാത്തത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇടാതിരുന്ന് കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ വ്യൂസ് കുറഞ്ഞു. അത് എനിക്ക് പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ മീൻസ് എനിക്ക് തന്നെയാണ് നഷ്ടം. ഓക്കെ, അത് ഞാൻ നോക്കുന്നില്ല. പക്ഷെ അത് പോട്ടെ, അതല്ല പ്രശ്നം. ഇവിടെ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന ഗൈഡൻസ് ഞാൻ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാം ഇന്നും. ഓക്കെ, ഇന്നിപ്പോൾ അത്രയും പറഞ്ഞിട്ട് തന്നെ സമയം പോയി. ഇതുകൊണ്ടാണ് ഞാൻ അതൊന്നും സംസാരിക്കാൻ നിൽക്കാത്തത് സാധാരണ. ഓക്കെ, ലെറ്റ്സ് സീ. പിന്നെ ഞാൻ വയസ്സായതൊക്കെ തന്നെ കേട്ടോ. ആരും ഇടയിലൊക്കെ കമൻ്റൊക്കെ പറയായിരുന്നു. ഞാൻ നല്ല പ്രായമുള്ളതാണ്. സൗണ്ട് എനിക്കറിയില്ല എന്താ. ഓക്കെ, ഐ ഡോണ്ട് നോ, മാച്ച് ആവുന്നില്ല തോന്നുന്നു. ബട്ട് എനിവേ ഓക്കെ, എന്തായാലും എല്ലാവർക്കും വേണ്ടി ഇനി ഒരിക്കൽ കൂടി ഞാൻ ലൈവ് കൊണ്ടുവരും എത്രയും പെട്ടെന്ന്. ഓക്കെ, ഈ പേഴ്സണൽ റീഡിങ്സ് ഇപ്പോഴും എടുക്കാൻ എനിക്ക് സാധിക്കില്ല. ഓക്കെ, ഞാൻ വേറെ 1-2 കാര്യങ്ങൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാൻ പറയാം, അനൗൺസ് ചെയ്യാം അത് പിന്നീട്. ഇപ്പം ലൈവ് ഞാനും പറ്റിയാൽ വീക്കെൻഡ് നടക്കും തോന്നുന്നില്ല. ഞാൻ ഒരാളെ നോക്കട്ടെ, സപ്പോർട്ട് കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഒരു ദിവസം അറേഞ്ച് ചെയ്ത് ചെയ്യാൻ നേരത്തെ പറയും ഞാൻ. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, അപ്പം ഇപ്പം തൽക്കാലം ഗൈഡൻസ് ആയിട്ട് ഞാൻ ഇടാം. പിന്നെ വേറൊരു കാര്യം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 റീഡിങ് ഇട്ടേ പറ്റൂ. ഗൈഡൻസ് ഇട്ടാൽ മറ്റേ റിലേഷൻഷിപ്പ് ചോദിക്കുന്ന ആൾക്കാർ പറയും റിലേഷൻഷിപ്പിൻ്റെ കണ്ടില്ല എന്ന് പറയും. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാണാൻ മാത്രം ഇട്ടാൽ ഗൈഡൻസുകാർ പറയും ഗൈഡൻസ് കണ്ടില്ല. അപ്പോൾ 2 വീഡിയോ ഞാൻ ചെയ്തേ പറ്റൂ എന്നുള്ള അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ശീലമാണ്, എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഒന്നിച്ചിടാൻ ശ്രമിക്കുക. ആക്ച്വലി ഇപ്പോൾ അതാ ഞാൻ ആലോചിച്ചപ്പോൾ നല്ലത് അതാണ്, ഞാൻ ഒന്നിച്ചിടാം. ഓക്കെ, ലെറ്റ്സ് 2 കൂടി റെഡിയാക്കട്ടെ. ഓക്കെ, ഒരു ഡെക്കും കൂടി ഞാൻ ഏതാ എടുക്കേണ്ടതെന്ന് റെഡിയാക്കി വെച്ചതാണ്. റിലേഷൻഷിപ്പ് ഇതിൻ്റെ ലാസ്റ്റിലേക്ക് ഇടാം. ഓക്കെ, പ്ലീസ് ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടോളൂ. ഇപ്പോൾ തൽക്കാലം എനിക്ക് ഇങ്ങനെ നിവർത്തിയുള്ളൂ, ഞാൻ പറ്റുന്നത്രയും. ഓക്കെ, എന്തായാലും ഗൈഡൻസ് എടുക്കാം, ജനറൽ ഗൈഡൻസും. അത് കഴിഞ്ഞ് നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കൂടി കണ്ടോളൂ. ഓക്കെ, നിങ്ങൾക്കുള്ള ജനറൽ അഡ്വൈസ് യൂണിവേഴ്സ് എന്താ തരുന്നത്? ഇന്നിപ്പോൾ എന്താ ആഴ്ച, എനിക്ക് ആഴ്ച എന്തൊക്കെ മറന്നു പോകുന്നു, വ്യാഴം അല്ലേ? ഓക്കെ, ശനി. ഓക്കെ, ഇതിപ്പോൾ എന്താ ഡേറ്റ്? ഓക്കെ, അറൗണ്ട് 20th. ഓക്കെ, അടുത്ത 1 വീക്കിൻ്റെ ആയിട്ട് ഞാനിപ്പോൾ തൽക്കാലം എടുക്കാം. അല്ലെങ്കിൽ പോട്ടെ, അടുത്ത 48 മണിക്കൂർ ഡെയിലി, മിക്കവാറും ഞാൻ ഡെയിലി ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. 2 കൂടി ഒന്നിച്ചിടാം അറ്റ്ലീസ്റ്റ്, അങ്ങനെ ഞാൻ ശ്രമിക്കാം കേട്ടോ. ഒരു വീഡിയോ ആക്കിയിട്ടിടാം, 2 എണ്ണം പറ്റില്ലെങ്കിലും ഒന്നിച്ച് 2 കാര്യം കൂടി ഒരേ വീഡിയോയിൽ. ഇന്നിത്തിരി ലോങ് ആയിപ്പോയി, സോറി, ക്ഷമിക്കാം. ആദ്യത്തെ അതൊക്കെ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ പൊക്കോളൂ. ഓക്കെ, ഓക്കെ, ഒന്ന് ഞാൻ ശാന്താവട്ടെ.
അടുത്ത 48 മണിക്കൂർ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ട് ഞാൻ എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഡെത്താണ് വന്നിട്ടുള്ളത്. ചില കാർഡ്സ് കാണിക്കാൻ പറ്റില്ല, ചില ന്യൂഡ് പിക്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാനത് മറയ്ക്കും, എന്തെങ്കിലും ചെയ്യും. ഓക്കെ, ക്ഷമിക്കാം. ഡോണ്ട് തിങ്ക് എനിത്തിങ്. ഓ വാവ്, ഡെത്ത് ആൻഡ് 6 of Wands. Beautiful. And 5 cups. It's okay. Knight of Wands. Page of Wands. Sun card. ഇത് നേരത്തെ നമ്മളെ ബോട്ടമിൽ ഉണ്ടായിരുന്നു അല്ലേ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ് ആൻഡ് ദ ക്വീൻ ഓഫ് സോർഡ്സ് ആൻഡ് കിങ് ഓഫ് സോർഡ്സ്. ഒന്ന് രണ്ട് തരം സിറ്റുവേഷനാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത് രണ്ട് കാർഡും കാണുമ്പോൾ തന്നെ എന്ത് മാച്ചാ നോക്കൂ. ലൈക്ക് രണ്ടിലും കുതിരയുടെ മേലെ ഒരാളിരിക്കുന്നു, വിൻ ചെയ്യുന്നു. വാവ്, ഡെത്ത് ഉണ്ട് ഇവിടെ, പക്ഷെ അതൊരു വാവ്. ഓക്കെ, വെരി നൈസ്. എന്തായാലും ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുന്നതായിട്ടാണ്, ചില ട്രാൻസ്ഫോർമേഷൻ വരുന്നതായിട്ടാണ്. അതിപ്പോൾ വലിയ മാറ്റങ്ങളായിരിക്കാം, ചെറിയ മാറ്റങ്ങളായിരിക്കാം, ഡിപ്പെൻഡിങ്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ട്രാൻസ്ഫോർമേഷൻ ആണ് വരുന്നത്. ആ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് സക്സസ് ആണ് കൊണ്ടുവരുന്നത്. നിങ്ങളിൽ വരുന്ന മാറ്റമായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ ചേഞ്ച് ആവുന്നതായിരിക്കാം, നിങ്ങളുടെ ചുറ്റുപാടുകൾ ചേഞ്ച് ആവുന്നതായിരിക്കാം. എപ്പോഴും ഓക്കെ, പുറമേയുള്ള സാഹചര്യങ്ങൾ ചേഞ്ച് ആവണമെങ്കിൽ നിങ്ങൾ ആദ്യം ചേഞ്ച് ആവണം. നിങ്ങളുടെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങളാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തന്നെ മേ ബി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വരാം. ഞാൻ ഇവിടെ എംപറർ കാർഡ് വന്നുകൊണ്ടെങ്കിൽ എൻ്റെ ഈ കാർഡ്സും ഒക്കെ കാണിക്കുന്ന ഒരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് എനിക്ക്. സോ എവിടെയോ നിങ്ങളിൽ ഒരു മാറ്റം. ഓക്കെ, നിങ്ങൾ വളരെ ബോൾഡായിട്ട് വരിക, നിങ്ങളിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരിക. അവനവൻ്റെ നമ്മൾക്ക് നല്ലതല്ലാത്ത ചിലത് നിങ്ങൾ അവസാനിപ്പിക്കുക. ഡെത്ത് പറയുമ്പോൾ എൻഡിങ് ആണ് ഇവിടെ, പക്ഷേ ഡെത്ത് ഒരിക്കലും ഇവിടെ ഡെത്തിനെ നമ്മൾ എൻഡിങ് കാർഡായിട്ട് എടുക്കാറില്ല. എപ്പോഴും നമ്മൾ പറയും റീബർത്ത് ഉണ്ടാവുമെന്ന്, എന്തെങ്കിലും പുതിയൊരു തുടക്കം ഉണ്ടാവുമെന്ന്. തീർച്ചയായും ഉണ്ടാവും, അതങ്ങനെയാണ്. ഈവൻ ഇപ്പോൾ ശരിക്കുള്ള ലൈക്ക് ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണ്, നിങ്ങളുടെ കാര്യത്തിലല്ല. മരണം എന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെ എന്താ, അവിടെ വീണ്ടും ഒരു ജന്മമുണ്ട് എന്നുള്ളൊരു കണക്കാണ്. സോ അതേപോലെയാണ് ഇവിടെയും. നിങ്ങൾ എന്താണോ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ എൻഡ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആ എൻഡിങ്ങിന് ശേഷം നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കാണുന്നുണ്ട്. എനിക്ക് പാസ്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് ലോസ് ഉണ്ടായിട്ടുണ്ട്. പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ഇടയ്ക്ക് ഓർക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. ബട്ട് അതിൽ നിന്ന് ഐ തിങ്ക് നിങ്ങൾ ചില പാഠങ്ങൾ പഠിച്ച് കാണും. ഓക്കെ, ആ പാഠങ്ങൾ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് സക്സസ് കിട്ടുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചില ലൈക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടാവാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടാവാം. അതിപ്പോൾ ഏത് കാര്യമാവാം. നിങ്ങൾക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ടാലൻസ് ഉണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യുക. ജോലി പുതിയ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ഓഫർ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്, പേജ് ഓഫ് കപ്സ് ഉണ്ട്. മേ ബി ഒന്നിൽ കൂടുതൽ ഓഫർ വരും. നിങ്ങളിപ്പോൾ ജോലിയുടെയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ഓഫേഴ്സ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ തീർച്ചയായിട്ടും. ഓക്കെ, അത് നിങ്ങൾ എടുക്കാൻ തയ്യാറായാൽ മതി. നിങ്ങൾ എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആക്ച്വലി എല്ലാത്തിൻ്റെയും നോക്കിക്കോളൂ. ഇവിടെ പേജ് ഓഫ് വൺസ്, നൈറ്റ് ഓഫ് വൺസ്, പേജ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്. ഓക്കെ, ഗ്രേറ്റ്. സോ എവിടെയോ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. എനിവേ, അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ സൺ ഉണ്ട് ആൻഡ് എംപറർ ഉണ്ട്. സോ നിങ്ങൾക്കൊരു പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുന്ന പോലെയൊക്കെയാണ് എനിക്ക് കാണുന്നത്. കാരണം ഇവിടെ വിക്ടറിയും ഉണ്ട്, എംപററും ഉണ്ട്. സോ നിങ്ങൾക്കൊരു പ്രൊമോഷൻ, അപ്പോൾ ജോലിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ജോലി തന്നെ മാറുകയാണെങ്കിലും ശരി, ഒരു മാറ്റം ഞാൻ പറഞ്ഞു, ട്രാൻസ്ഫോർമേഷൻ. മേ ബി നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം അതായിരിക്കാം. ദാറ്റ് ജോലി മാറുന്നു. ആ ജോലി മാറുമ്പോൾ പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി ഹയർ പൊസിഷനിലേക്ക് എത്തുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. എന്തോ പുതിയ ഓഫർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുകളയാൻ ചെറിയ വിഷമമുണ്ട്. ഓക്കെ, ബട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് അതിനേക്കാൾ ബെറ്റർ ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓൾറെഡി വന്നിട്ടുണ്ടാവാം. രണ്ട് ചോയ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും. ഓക്കെ, നിങ്ങൾക്ക് മൈൻഡിൽ മേ ബി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. എന്നിട്ട് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കാം ചിലപ്പോൾ. ഇപ്പോൾ അങ്ങനെയാവാം. എന്തായാലും സൺ കാർഡാണ്, എംപറർ ഉണ്ട്. സോ എനിക്കിവിടെ ഓവറോൾ എനിക്ക് കാണുന്ന വിക്ടറിയാണ് നിങ്ങളുടെ ഭാഗത്ത്. ഓക്കെ, നിങ്ങൾക്ക് ചില സക്സസ് വരുന്നു, സന്തോഷം വരുന്നു, വിക്ടറി വരുന്നു. ഓക്കെ, എല്ലാ കാർഡ്സും അതേപോലെയാണ് കാണിക്കുന്നത്. പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ഈവൻ ചിലർക്ക് ഓക്കെ മാരേജ് പറയാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ മാരേജ് ലെവൽ പറയാം. നമുക്കിത് ഒരു മാരേജിൻ്റെ കാര്യം റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. സോ കുറച്ച് പേർക്ക് നിങ്ങൾ മാരേജ് തീരുമാനിച്ച് നടക്കാൻ പ്ലാൻ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ആ രീതിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഈ കാർഡ് മാത്രമേ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉള്ളൂ. രണ്ട് പേര് കാണുന്നുണ്ട്, ക്വീൻ ഓഫ് സോർട്സ്, കിങ് ഓഫ് സോർട്സ്. ജസ്റ്റിസും കൂടി വെച്ച് നോക്കുമ്പോൾ മേ ബി
അഗെയിൻ മാരേജിൻ്റെ കാര്യം തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. യെസ്, ഒരു മാരേജ് പോസിബിലിറ്റി കാണുന്നുണ്ട് എനിക്ക്. മേ ബി ഫാമിലി ആയിട്ട് തീരുമാനിക്കുന്നതായിരിക്കാം നിങ്ങളുടെ മാരേജ് ഉറപ്പിക്കുക. സിംഗിൾസ് ആണെങ്കിൽ ഓക്കെ, അല്ല ഈവൻ ലൈക്ക് നിങ്ങളിപ്പോൾ ഡൈവേഴ്സി ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹസ്ബൻഡോ വൈഫോ മരിച്ച അങ്ങനത്തെ പല സിറ്റുവേഷൻ എന്ത് തന്നെയായാലും മേ ബി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ലീഗലി നിങ്ങൾ വീണ്ടും സെക്കൻഡ് ടൈം മാരേജോ അങ്ങനത്തെ കാര്യങ്ങളോ, ഈവൻ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് മാരേജോ നടക്കുന്നതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. അത് വിത്ത് പാരൻസ് അപ്രൂവൽ ആയിരിക്കും. എനിക്ക് മേ ബി പാരൻസ് കണ്ടുപിടിക്കുന്ന വ്യക്തികളായിരിക്കും. നിങ്ങൾ മാരേജ് അറേഞ്ച് മാരേജ് ആയിരിക്കാം. എനിക്ക് പാരൻസിൻ്റെ അപ്രൂവൽ ട്രഡീഷണൽ വേയിലായിരിക്കും ചിലപ്പോൾ മാരേജ്, അങ്ങനത്തെ രീതിയിൽ മേ ബി ഫിക്സ് ആവുന്നുണ്ട്. കാരണം ഇവിടെ ജസ്റ്റിസും ഉണ്ട്, എംപററും ഉണ്ട്, ഫാമിലി കാർഡ് ഇവിടെ ഉണ്ട്. സോ എന്തെങ്കിലും നിങ്ങൾ ഫാമിലിയിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും സോൾവ് ആവും. ഓക്കെ, അതിലും ഒരു ന്യായം വരുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി ആരെങ്കിലുമായിട്ട് നിങ്ങൾ എപ്പോഴും ഒരു വഴക്കോ ഒരു കോൺഫ്ലിക്റ്റോ ഫേസ് ചെയ്യുന്നുണ്ടാവും. അത് പരസ്പരം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാം, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേപോലെ ലൈക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതാരും ആവട്ടോ, ഫാമിലിയിൽ തന്നെ ആവണമെന്നില്ല, ആരെങ്കിലുമായിട്ട് നിങ്ങൾ കുറച്ചൊരു ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ, രണ്ടുപേരും തമ്മിൽ എപ്പോഴും ക്ലാഷസ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതും ഒന്ന് സോൾവ് ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, രണ്ട് സിറ്റുവേഷൻ. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു മാറ്റം, ചേഞ്ച്, ഒരു പുതിയ ഓഫർ, അല്ലെങ്കിൽ കരിയർ ഗ്രോത്ത്, ഒരു പ്രൊമോഷൻ എന്ന രീതിക്ക് പറയാം. ഈ വരുന്ന കുറച്ച് ദിവസത്തിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ചേഞ്ച് ആവുകയാണ്. മെയിനായിട്ട് അതാണ് ഇവിടെ. പാസ്റ്റിലെ നഷ്ടങ്ങളെ നിങ്ങൾ വിട്ട് കളയാണ്. ഓക്കെ, പാസ്റ്റിലെ നഷ്ടങ്ങളെ നിങ്ങൾ വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്ന പോലെയാണ്. ആൻഡ് ദാറ്റ് ഇസ് ഗുഡ്. ഓക്കെ, അങ്ങനെ വേണം. അങ്ങനത്തെ നമ്മൾ പാസ്റ്റിൽ സംഭവിക്കും, പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കും. അതൊക്കെ നമുക്ക് ലെസനാണ്, പാഠങ്ങളാണ്. ആ പാഠങ്ങൾ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലത് വരും ചെയ്യും. ഓഫേഴ്സൊക്കെ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. മേ ബി നിങ്ങൾക്ക് ഏത് ഓഫർ വേണമെന്ന് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, രണ്ടും നോക്കൂ, ഇവിടെയും 2 നൈറ്റ്, ഇതും 2 പേജ്. സോ നിങ്ങളുടെ ഐഡിയാസ് ഡെവലപ്പ് ആവുന്നതായിട്ട് പറയാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു, മേ ബി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യാൻ, പഠിക്കാനോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതായിട്ട് പറയാം. അങ്ങനെയും പറയാം. ഓക്കെ, സോ ഓവറോൾ സിറ്റുവേഷൻസ് ആണ് എടുക്കുന്നത്. പലർക്കും പല സിറ്റുവേഷൻ ആയിരിക്കാം. ഫാമിലി ഹാപ്പിനെസ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നത്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മേ ബി കുട്ടികൾ, ഫാമിലി, മാരേജ്, അങ്ങനത്തെ കുറച്ച് കാർഡ്സ് ഇവിടെ ഉണ്ട്. വല്ല ഈവൻറ്റ്സ്, ഫംഗ്ഷനൊക്കെ നടക്കാനുള്ള സാധ്യതയായിരിക്കാം. മാരേജ് ഫിക്സ് ആവുന്നതായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, അല്ലെങ്കിൽ മാരേജിൽ തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ആവുന്നതായിട്ട് പറയുന്നുണ്ട്. ഫാമിലിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ആവും. എന്തായാലും ഇവിടെ ന്യായം വരുന്നതായിട്ടാണ് കാണുന്നത്. ഫൈനാൻഷ്യൽ അബണ്ടൻസ്, അതും പറയാം. ഓക്കെ, ഫൈനാൻഷ്യൽ അബണ്ടൻസ് കാണുന്നുണ്ട് എനിക്ക് ഇവിടെ നന്നായിട്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഫാമിലിയിൽ നല്ല ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ എന്തായാലും ഓവറോൾ ഓക്കെ, ഞാനിങ്ങനെ പറയാം, സിമ്പിളായിട്ട് പറഞ്ഞു നിർത്താം. ഈ ഒരു കുറച്ച് ദിവസത്തെ എനർജിയിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, പാസ്റ്റിനെ കുറിച്ച് പക്ഷെ ഓർക്കാതിരിക്കുക. ഇവിടെ ആകെ ഒരു നെഗറ്റീവ് കാർഡേ വന്നുള്ളൂ. പാസ്റ്റിനെ കുറിച്ച് കൂടുതൽ ഓർത്തോർത്തിരിക്കേണ്ട, അതിനെ ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, പാസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് പാഠങ്ങളാണ്. ആ പാഠങ്ങളായിട്ട് എടുത്ത് അതിനങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, അതിനെക്കുറിച്ച് ഓർത്തോർത്തിരിക്കാതിരിക്കാം. മുന്നോട്ട് നല്ല ഫ്യൂച്ചറാണ് വരുന്നത്. നിങ്ങളെ തന്നെ നിങ്ങൾ മാറ്റിയെടുക്കുക, ചേഞ്ചസ് നിങ്ങളിൽ വരുത്തിയെടുക്കാം. ഓക്കെ, സ്ട്രോങ് ആവുക, ബോൾഡ് ആവുക. ആക്ച്വലി കിങ് ഓഫ് സോർട്സ്, ക്വീൻ ഓഫ് സോർട്സ് ഒക്കെ കണ്ടത്, നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് വരാം. ഓക്കെ, ഞാൻ റിലേഷൻഷിപ്പ് കൂടി എടുത്തിട്ട് ഞാൻ ഗൈഡൻസ് എടുക്കാം. ഓക്കെ, നമുക്ക് പേഴ്സണിൻ്റെ ഫീലിങ്സ് ആദ്യം എടുക്കാം. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് ആദ്യം നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് നോക്കുന്നുള്ളൂ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പേഴ്സണിൻ്റെ ഫീലിങ്സ് ആൻഡ് നിങ്ങൾക്ക് വരുന്ന ഈ ഒരു 1 വീക്ക് മേ ബി എന്ത് പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങളോട് ഇപ്പം എന്താണ്? ആൻഡ് ഓക്കെ, പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? ഓക്കെ, 10 ഓഫ് കപ്സ് ആണ്, വെരി നൈസ്. 6 ഓഫ് പെന്റിക്കിൾസ്, വാവ്. ഹെയർഫാൻഡ്. ഓക്കെ, ഇപ്പം അവർ വളരെയധികം നിങ്ങളെക്കുറിച്ച് സ്നേഹത്തോടെയാണ് ചിന്തിക്കുന്നത് ഇന്നത്തെ ദിവസം. ഓക്കെ, അവർക്ക് വളരെയധികം നിങ്ങളെ ഫാമിലി പോലെ തോന്നുന്നുണ്ട്. 10 ഓഫ് കപ്സ് ഒക്കെ പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു ഫാമിലി ലൈഫ്, നമ്മൾ അത്രയും സ്നേഹത്തോടെ ഒന്നിച്ചിരിക്കുന്ന, എല്ലാവരും കൂടെ ഒന്നിച്ചിട്ടുള്ള ആ ഒരു വൈബാണ്. സോ യെസ്, അവർ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെ ഓർക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. 6 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അവർ സിറ്റുവേഷൻ പക്ഷേ മേ ബി അവരുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം, ജഗ്ലിംഗ് ഉണ്ടാവാം. ജഗ്ലിംഗ് എന്ന് പറയുമ്പോൾ അത് ഇവിടെ എന്താ സിറ്റുവേഷൻ എന്ന് നമുക്കറിയില്ല, ഞാൻ പിന്നീട് എടുക്കുമ്പോൾ കിട്ടിയാൽ പറയാം. ഇപ്പോൾ തൽക്കാലം കാണുന്നത് ലൈക്ക് അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ഉണ്ടാവും. ലൈക്ക് മേ ബി ജോലി ആയിരിക്കാം, തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആവാം. ഫാമിലി നിങ്ങളുടെ ഇടയിൽ തടസ്സം ഉണ്ടാവാം, എന്തെങ്കിലും ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഉണ്ടാവാം, ജോലിയുടെ കാര്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അവർ കുറച്ച് ഒരു ലൈക്ക് കാര്യങ്ങൾ, അവർ മൾട്ടിപ്പിൾ കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ആണ് എന്നുള്ളതാണ്. തേർഡ് പാർട്ടി അവിടെ നിർബന്ധമില്ല, എപ്പോഴും അങ്ങനെ എടുക്കണ്ട. ഓക്കെ,
എന്തെങ്കിലും സിറ്റുവേഷൻസ് മേ ബി അവരുടെ ജീവിതത്തിൽ അവർക്കിപ്പോൾ ജോലി വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഡിവൈഡായി പോകുന്നുണ്ടാവും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഹൈറോഫൻ്റ് ആണ്, പക്ഷേ നിങ്ങളോട് വളരെ സ്നേഹത്തോടെയാണ് ഫീൽ ചെയ്യുന്നത്. ഹൈറോഫൻ്റ് പറയുമ്പോൾ അഗെയിൻ മാരേജ് കാർഡാണ്. ഓക്കെ, മാരേജ് കാർഡാണ്. ഇതും മാരേജിൻ്റെ ഇതും നമ്മുടെ ഹാപ്പി ഫാമിലി എന്ന രീതിക്കാണ്. സോ കുറച്ച് പേർക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മാരേജ് ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ മാരീഡ് ആയിരിക്കാം, നിങ്ങൾ ഓൾറെഡി ഹസ്ബൻഡോ വൈഫിനോ വേണ്ടിയിട്ടായിരിക്കാം കാണുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ തമ്മിൽ റിലീജിയൻ ഡിഫറൻസസ് ഉണ്ടാവാം, അങ്ങനെയും പറയാം. ബട്ട് ഇവിടെ കാണുന്നത് അവർ നിങ്ങളെ ഒരു ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പറയില്ലേ, ശരിക്കും മാരേജ് ഒക്കെ വളരെ ലൈക്ക് ട്രഡീഷണൽ വേയിൽ നിങ്ങളെ ആയിട്ടൊരു ഫാമിലി ആയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. പ്രോപ്പറായിട്ടൊരു മാരേജ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് സാധിക്കുന്നവരല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ അങ്ങനെ കമ്മിറ്റഡ് ആണ് നിങ്ങളോട് എന്ന രീതിക്ക് പറയാം. ഓക്കെ, വേറെന്താ? 5 wands. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ സിറ്റുവേഷൻ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഏസ് ഓഫ് സോർഡ്സ്, കിങ് ഓഫ് wands. ഓക്കെ, കുറച്ച് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഓക്കെ നിങ്ങളുടെ ഇടയിൽ മേ ബി തേർഡ് പാർട്ടി ഉണ്ടാവാം, ഇല്ലാന്ന് മേ ബി. ഓക്കെ, തേർഡ് പാർട്ടി അതിപ്പോൾ ആരും ആവാം, ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, എന്തും ആവാം. ഇവിടെ ഗോസിപ്പ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ലൈക്ക് ഗോസിപ്പ് പറയുക, നിങ്ങളോട് ആരെങ്കിലും അവരെക്കുറിച്ച് എന്തെങ്കിലും തെറ്റായി പറയുക, അല്ലെങ്കിൽ അവരോട് പോയിട്ട് ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഗോസിപ്പിൻ്റെ സിറ്റുവേഷനൊക്കെ ഉണ്ടാവാം. കോമ്പറ്റീഷൻ എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ഏസ് ഓഫ് സോർഡ്സ് ആണ്. ഇവിടെ ഒരു ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റിയുടെ കാര്യം പറയാം നമുക്ക്. ഓക്കെ, അതായത് പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഓക്കെ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് സപ്പോസ് നിങ്ങളുടെ ഇടയിൽ വന്നു എന്ന് വിചാരിക്കാം, അതിപ്പോൾ വേറെ ആരെങ്കിലും കാരണമായിരിക്കാം. അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവർ പേഴ്സൺ ക്ലിയർ ആക്കാൻ വരും. ഓക്കെ, പേജ് ഓഫ് പെൻറ്റിക്കിൾസ് നമ്മൾ ഈ സോറി ഒക്കെ പറഞ്ഞ് വരുന്ന പോലെയാണ്. ഓക്കെ, നമ്മളൊരു ഓഫറുമായിട്ട് ഒരു അപ്പോളജി പറഞ്ഞു വരിക, സോറി പറഞ്ഞു വരിക, ഓക്കെ കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക എന്ന രീതിയിലാണ്. ക്ലാരിറ്റിയോടെ വരും അവർ. ഓക്കെ, അവർക്ക് ഇപ്പോൾ ക്ലിയർ ആണ് ശരിക്കും എന്താണ് നെക്സ്റ്റ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അവർ ക്ലിയർ ആണ് ഇപ്പോൾ. ഓക്കെ, മേ ബി മുമ്പ് നിങ്ങൾ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വന്ന് കാണാം. ഓക്കെ, ബട്ട് അവരിപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ സോറി പറയുകയും ചെയ്യും. നിങ്ങളുടെ ഭാഗത്ത് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പറയേണ്ടി വരും. ഓക്കെ, യെസ്, സിറ്റുവേഷൻ ഇപ്പോൾ സ്റ്റക്കാണ്. ഓക്കെ, പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ ഐ തിങ്ക് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരണോ വേണ്ടേ എന്നുള്ള ഒരു തീരുമാനം. ഓക്കെ, ഇപ്പോഴത്തെ സമയം അവർ യൂസ് ചെയ്യുന്നത് അവർ തൽക്കാലം റെസ്റ്റ് എടുക്കാൻ യൂസ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, റെസ്റ്റ് മാത്രമല്ല അവരൊന്ന് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ 2 of Swords കൺഫ്യൂഷൻ്റെ കാര്യം നമ്മൾ പറയാറുണ്ട്, തീരുമാനം എടുക്കുന്ന കാര്യം പറയാറുണ്ട്, 2 സിറ്റുവേഷൻ്റെ തീരുമാനം അല്ലേ. അത് അഗെയിൻ ഇവിടെ സെയിം തിങ് 2 of Pentacles ഉണ്ടായിരുന്നു, 2 of Swords വന്നിട്ടുണ്ട്. സോ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് ഫുള്ളി അവർ ആലോചിച്ച് തീരുമാനിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. ബട്ട് യെസ്, എവിടെയോ അവർക്ക് ആ ട്രഡീഷണൽ ആയിട്ട് നിങ്ങളോട് അറ്റാച്ച്മെന്റ് അവർക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ തടസ്സം വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത് ഈ അടുത്ത കുറച്ച് ദിവസത്തിൽ നിങ്ങൾക്ക് പേഴ്സണിന്റെ ഭാഗത്ത് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. Three of Swords again, third party energy ഉണ്ട് ഇവിടെ. Magician and the Hermit. ഓക്കെ, അല്ലേ കുറച്ച് പേഴ്സൺ ഐ തിങ്ക് സൈലന്റ് ആണ്. തേർഡ് പാർട്ടി എനർജി സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. മാരീഡ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, ഹൈറോഫൻ്റ് വന്നതുകൊണ്ട് മേ ബി മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ലൈക്ക് ഓക്കെ റിലീജിയൻ ഡിഫറൻസ് ആയിരിക്കാം, അങ്ങനെയും പറയാം. അപ്പോൾ ഫാമിലിയാണ് തടസ്സം എന്ന രീതിക്ക് എടുക്കാം, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി. ഓക്കെ, വേറെ ആരെങ്കിലും റിലേഷൻഷിപ്പ് ഇൻവോൾവ്മെന്റ് ഉണ്ടാവാം. കാരണം ഇവിടെ ക്വീൻ ഓഫ് സോർഡ്സ് എനർജി ഉണ്ട്, ഹൈ പ്രീസ്റ്റസ് എനർജി ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വേറൊരു വ്യക്തി ഉണ്ട്, അത് ആരും ആവാം. ഓക്കെ, അഗെയിൻ ഞാൻ ഇവിടെ ഒരുപാട് പേര് കാണുന്നതാണ്, എല്ലാവർക്കും വേറൊരു റിലേഷൻഷിപ്പ് എന്ന രീതിക്ക് എടുക്കരുത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാമിലി ആയിരിക്കും തടസ്സം, കുറച്ച് പേർക്ക് റിലീജിയൻ ആയിരിക്കാം, കുറച്ച് പേർക്ക് ലൈക്ക് മാരീഡ് ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു എക്സ്ട്രാ തേർഡ് പാർട്ടി ആരെങ്കിലും. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തൽക്കാലം കുറച്ച് കൺഫ്യൂഷനിലാണ്. ഓക്കെ, അവർ മാറി നിൽക്കുന്നതായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഇനി വരുന്ന കുറച്ച് ദിവസത്തിലും മജീഷ്യൻ ഉണ്ട് ഇവിടെ. ഓക്കെ, അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വേണം അവരുടെ ജീവിതത്തിൽ എന്നുണ്ട്, അവർക്ക് മെസ്സേജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഈ ക്ലാരിറ്റിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. തേർഡ് പാർട്ടിയെ കുറിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് നിങ്ങൾ തമ്മിൽ ആർഗ്യുമെന്റ് വന്നതെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ക്ലിയർ ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ശരിക്കും ഹെർമിറ്റ് ആണ്. ഹെർമിറ്റ് എന്ന് പറയുമ്പോഴും ശരി നമ്മൾ സൈലന്റ് ആയിട്ട് മാറിയിരിക്കുക എന്ന രീതിക്കാണ്. പക്ഷെ ആ സമയം അവർ ചിന്തിക്കുക തന്നെയാണ്. അഗൈൻ അവിടെ നേരത്തെ നമ്മൾ വന്ന ഹാങ്മാൻ വന്നു. ഹാങ്മാൻ പറയുന്നതും ഹെർമിറ്റ് പറയുന്നതും സിമിലർ ആണ്. ലൈക്ക് അവരിപ്പോൾ ചിന്തിക്കുന്ന ഒരു ലെവലിലാണ്, എന്താണ് കാര്യങ്ങൾ, എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ്.
ഐ തിങ്ക് കുറച്ച് ദിവസം ഒരു സൈലൻസ് ഉണ്ടാവാം. ഓക്കെ, തൽക്കാലം നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുക, മാറിയിരിക്കുക. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാവട്ടെ. ഏസ് ഓഫ് സോർട്സ് നിങ്ങളുടെ ഭാഗത്തും നിങ്ങൾ എടുത്തോളൂ. നിങ്ങളും ക്ലാരിറ്റിക്ക് വേണ്ടി തൽക്കാലം വെയിറ്റ് ചെയ്യുക. ഓക്കെ, പേഴ്സൺ എന്താ പറയാനുള്ളതെന്ന് കേൾക്കുക. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ശരിക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പോൾ ഫീലിങ്സ് ഉണ്ട്, പക്ഷേ ഇപ്പം തൽക്കാലം ഐ തിങ്ക് ഒരു കൺഫ്യൂഷൻ്റെ സമയമാണ്. ഓക്കെ, സോറി. ഓക്കെ, ഒരു കൺഫ്യൂഷൻ്റെ സമയമായിട്ടാണ് കണ്ടത്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് അഫർമേഷൻസ് ആയിട്ട് ഞാൻ എടുക്കാം. ഇത് ജനറൽ കണ്ടവർക്കും റിലേഷൻഷിപ്പ് കണ്ടവർക്കും രണ്ടുപേർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അഫർമേഷൻസ് എങ്ങനെയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങൾ ഈ അഫർമേഷൻസ് നമ്മൾ തരുന്നത്, ഓക്കെ, തിങ്സ് ഓൾവേസ് ടേൺ ഔട്ട് ഫോർ ദ ബെസ്റ്റ് ഇൻ ദി എൻഡ് എന്നുണ്ട് ഇവിടെ. ഓക്കെ, ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ പലതവണ നിങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് ഫുൾ ഡേ നിങ്ങൾക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കാം. തിങ്സ് ഓൾവേസ് ടേൺ ഔട്ട് ഫോർ ദ ബെസ്റ്റ് ഇൻ ദി എൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുക, മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ എന്താ പറയുക, നാമം ജപിക്കുന്ന അതേപോലെ തന്നെയാണ്, എഫക്ട് അതേപോലെ തന്നെയാണ്. കുറേ തവണ നമ്മളിത് പറഞ്ഞ് എഴുതാം. ആക്ച്വലി എഴുതാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊരു ഡെയിലി ഒരു 21 തവണ എഴുതുക അറ്റ്ലീസ്റ്റ്. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പതിപ്പിക്കുകയാണ്. ഓക്കെ, കണ്ണാടി നോക്കി നിൽക്കുക, നിങ്ങൾ മിറർ നോക്കി നിന്നിട്ട് നിങ്ങൾ അവനവനോട് ഇത് പറയാം, തിങ്സ് ഓൾവേസ് ടേൺ ഔട്ട് ഫോർ ദ ബെസ്റ്റ് ഇൻ ദി എൻഡ്. അതായത് ഇതിൻ്റെ മീനിങ് പറയാൻ, നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഓക്കെ, എല്ലാം സോൾവ് ആയിട്ട് വരും എന്നുള്ള ഒരു വിശ്വാസം ദൈവത്തിലും അവനവനിലും എല്ലാം. ഓക്കെ, സോ അതാണ്. ഇതുപോലെയുള്ള ഓരോ അഫർമേഷൻ കുറച്ചുണ്ടെങ്കിൽ ഞാൻ തരാം, നിങ്ങളത് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ അവനവനെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. മൈ മൈൻഡ് ഈസ് കാം ആൻഡ് അറ്റ് ഈസ്. ഓക്കെ, നമ്മൾ എപ്പോഴും എല്ലാ കാര്യത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ എന്ത് സിറ്റുവേഷൻ വന്നാലും അത് ഫേസ് ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ശാന്തമായിട്ടിരിക്കണം ആദ്യം, അല്ലേ? നമ്മൾ വളരെ കാമായിട്ടിരിക്കണം. നമ്മൾ ഒരു റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴേ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കുക. സോ എപ്പോഴും മൈ മൈൻഡ് ഈസ് കാം ആൻഡ് അറ്റ് ഈസ്. നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കുറച്ചൊക്കെ ആലോചിക്കണം, പക്ഷെ അതിനെടുത്ത് നമ്മളിങ്ങനെ സ്ട്രെസ്സായിട്ട് കൊണ്ട് നടക്കരുത്. അത് മൈ മൈൻഡ് ഇസ് കാം ആൻഡ് അറ്റ് ഈസ് എന്നുള്ളതാണ്. ഐ എം കേപ്പബിൾ ഓഫ് അച്ചീവിങ് ഇന്നർ പീസ്. ഇതെല്ലാം പീസിനെ കുറിച്ചാണ് പറയുന്നത്. ഐ തിങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം അതാണ്. നിങ്ങൾ ആദ്യം ശാന്തമായിട്ടിരിക്കുക. ഓക്കെ, സിറ്റുവേഷനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, ആലോചിച്ച് കൂട്ടുന്നുണ്ടാവും. എനിക്കിപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഇന്നർ പീസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങൾ ഇത്ര ആലോചിച്ച് കൂട്ടിയിട്ട് കാര്യമില്ല. ചിലത് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാം. ഓക്കെ, അല്ലാത്തത് വിട്ട് കളഞ്ഞേക്കുക. ആൻഡ് പീസ്ഫുൾ ആയിട്ടിരിക്കുക, നമ്മൾ സമാധാനപരമായിട്ടിരിക്കുക. ഐ എം കേപ്പബിൾ ഓഫ് അച്ചീവിങ് ഇന്നർ പീസ്. ഇത് രണ്ട് കാര്യം വന്നത് നിങ്ങൾക്ക് പീസിനെ കുറിച്ചാണ്. സോ ഐ തിങ്ക് അത് ആവശ്യമാണ് തോന്നുന്നു. ഓക്കെ, ഐ ലെറ്റ് ഗോ ഓഫ് ആങ്കർ ആൻഡ് വെൽക്കം ലവ് ആൻഡ് കമ്പാഷൻ. എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾക്കിപ്പോൾ പേഴ്സണോട് ദേഷ്യം തോന്നുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലായാലും ശരി, ഫാമിലിയിലായാലും ഓഫീസിലായാലും ഓക്കെ, നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യങ്ങളുണ്ടെങ്കിൽ അത് വിട്ട് കളയാം. ഓക്കെ, വിട്ട് കളഞ്ഞ് ഐ ഇൻവൈറ്റ് ലവ് ആൻഡ് കമ്പാഷൻ ഇൻ മൈ ലൈഫ്. ഓക്കെ എന്ന് പറയാം. ഓക്കെ, നമ്മൾ ആരോടും ദേഷ്യം വെച്ചിരുന്നിട്ട് കാര്യമില്ല. ഫൊർഗിവ്നെസ് വേണം എന്ന് വെച്ചാൽ അവർ തിരിച്ച് ജീവിതത്തിൽ എടുക്കണം എന്നല്ല പറയുന്നത്. രണ്ടും വ്യത്യാസമാണ്. ഓക്കെ, ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് വിട്ട് കളയുക. അവരെ ഫൊർഗിവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, അവരിൽ നിന്ന് മാറി നിൽക്കാം. ഓക്കെ, എന്താ വേണ്ടത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ആൻഡ് നിങ്ങൾ അവനവനെ സ്നേഹിച്ചു തുടങ്ങാം. ഓക്കെ, നിങ്ങളിലേക്ക് നല്ലത് വഴി നേരത്തെ വന്ന സാധനം വന്ന് തിങ്സ് ഓൾവേസ് ടേൺ ഔട്ട് ഫോർ ദ ബെസ്റ്റ് ഇൻ ദി എൻഡ്. ഓക്കെ, എല്ലാം ശരിയായി വരും എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഒരിക്കലും എൻഡിങ് എല്ലാം അങ്ങനെ അവസാനിക്കൊന്നുമില്ല. നിങ്ങൾക്ക് നല്ലത് വരും. ഐ അലൗ മൈസെൽഫ് ടു ഗിവ് ആൻഡ് റിസീവ് ലവ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കണം. ഓക്കെ, അതായത് നമ്മളുടെ പേടികളുണ്ടാവും. നമ്മൾ ഹേർട്ടായി പോവോ എന്നുള്ളൊരു പേടിയാണ്. നമ്മൾ ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മനസ്സിലൊരു പേടിയാണ്, ഇവരെന്നെ ഹേർട്ട് ചെയ്യോ എന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാനും പേടിയാണ്, ശരിക്കും ഇങ്ങോട്ട് റിസീവ് ചെയ്യാനും. നമ്മൾ ആരെങ്കിലും സ്നേഹം കാണിച്ചാൽ പോലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പേടി കിടക്കും. ഇത് ശരിക്കാണോ, ഇത് പറ്റിക്കുകയാണോ, നമ്മൾ വേദനിക്കുമോ എന്നുള്ളത്. ഓക്കെ, പക്ഷെ ആ വേദന ആലോചിച്ചിട്ട് ഒരിക്കലും നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, എനിവേ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഐ അലൗ മൈസെൽഫ് ടു ഗിവ് ആൻഡ് റിസീവ് ലവ് എന്നുള്ളൊരു അഫർമേഷൻ കൂടി എടുക്കാം. ആൻഡ് ഇവിടെ ഐ പുട്ട് മൈ എനർജി ഇൻ ടു തിങ്സ് ദാറ്റ് മാറ്റർഡ് ഫോർ മീ. ഇതും കൂടി എടുത്തോളൂ. ഐ പുട്ട് മൈ എനർജി ഇൻ ടു തിങ്സ് ദാറ്റ് മാറ്റർ ടു മീ. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ എനർജി കൊടുക്കുക. വെറുതെ അനാവശ്യമായ ഓവർ തിങ്കിങ്ങിലേക്ക് പോകരുത്. ഓക്കെ, ഏത് സിറ്റുവേഷൻ ആയാലും.
ഓക്കെ, ഇന്നത്തെ ഐ നോ വലിയ റീഡിങ് വലിയ ഇതിലല്ല, ബട്ട് ജസ്റ്റ് എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ. ഓക്കെ, ഐ ഹോപ്പ് ഞാൻ റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇതുപോലെ രണ്ടും കൂടി ഒന്നിച്ച് ഒരു വീഡിയോ ആക്കിയിട്ടില്ല ഞാൻ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും, ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ, നാളെ ഈ ഒരു സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.